സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുവാൻ നമുക്ക് ദൈവം അവസരം തന്നു. വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. പരിശുദ്ധാത്മ പ്രേരിതനായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും മനോഹരവും വളരെ ശ്രദ്ധയോടെ ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതുമായ ഒരു വചനമാണ് ഇന്നത്തെ വചനം. ഈച്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച വളരെ ചെറിയ ഒരു പ്രാണിയാണ്, പറന്ന് നടക്കുന്ന ഒരു പ്രാണിയാണ്. അത് ചത്തു കഴിഞ്ഞാൽ ആ ഈച്ച തൈലക്കാരൻ്റെ പരിമള തൈലത്തിൽ വീണാൽ, പരിമള തൈലം എത്രയോ സുഗന്ധമുള്ളതാണ്. ആ പരിമള തൈലത്തെ മുഴുവൻ ദുർഗന്ധപൂരിതമാക്കുവാൻ ചത്ത ഈച്ച നിമിത്തം കഴിയും എന്നാണ് സഭാപ്രസംഗി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിതെറ്റിയാൽ ആനയും വീഴും എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. വളരെ ഗൗരവത്തോടും വളരെ ശ്രദ്ധാപൂർവവും ജീവിക്കേണ്ട ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഒട്ടേറെ കഴിവുകളും താലന്തുകളും ദൈവം കൊടുത്ത ഒരുപാട് പ്രാപ്തികളും അനേക ചെറുപ്പക്കാർക്കുണ്ട്. പക്ഷേ ചത്ത ഈച്ച തൈലക്കാരൻ്റെ സുഗന്ധ തൈലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ ഒരുപാട് കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിലും കീഴടക്കുവാൻ പറ്റാത്ത, മുറുകെ പറ്റുന്ന ചില ദുസ്വഭാവങ്ങൾ, ചില ദുശീലങ്ങൾ നിമിത്തം തകർന്നുപോയ അനേക ചെറുപ്പക്കാരുണ്ട്. അതായത് നാം നിസ്സാരമെന്ന് വിചാരിക്കുന്ന, ചെറുതെന്ന് നാം ചിന്തിച്ച് അലക്ഷ്യമാക്കുന്ന, അഗണ്യമാക്കുന്ന, അവഗണിക്കുന്ന ചില ദുസ്വഭാവങ്ങൾ, ചില ദുശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പതനത്തിന് കാരണമാകും എന്നാണ് ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. രാഷ്ട്രീയ മേഖലയിലും ആത്മീക മേഖലകളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ വചനം ബാധകമാണ്. സമൂഹത്തിനും രാജ്യത്തിനും ദൈവസഭയ്ക്കുമൊക്കെ പ്രയോജനപ്പെടേണ്ട ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് ദൈവമക്കൾ ചത്ത ഈച്ച തൈലക്കാരൻ്റെ സുഗന്ധ തൈലത്തെ മുഴുവൻ നശിപ്പിക്കുന്നത് പോലെ ജീവിതത്തിലെ ചില രഹസ്യപാവങ്ങൾ, ദുശീലങ്ങൾ, ദുസ്വഭാവങ്ങൾ നിമിത്തം പ്രയോജനരഹിതമായിട്ട്, ഉപയോഗശൂന്യമായിട്ട് മാറുന്നത് നാം കാണുന്നുണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് ഇത് എന്നുള്ളത് തിരിച്ച് അറിയണം. അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പണ്ടത്തെ കാലത്തെ ആളുകൾ പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്. നിങ്ങൾക്കറിയാമോ, നയാഗ്ര ആദ്യമായി കുറുകെ കടന്ന് ലോകശ്രദ്ധ നേടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മരിച്ചത് വൻ നദികൾക്ക് കുറുകെ കടക്കുമ്പോൾ ഉണ്ടായ ഏതെങ്കിലും അപകടത്തിലല്ല, മറിച്ച് വീട്ടിൽ നടക്കുമ്പോൾ മുറിയിലെ കാർപ്പറ്റിൽ കാല് തട്ടി വീണ് പരിക്കേറ്റ് പിന്നീട് ആ പരിക്ക് ഗുരുതരമായി മരിക്കുകയായിരുന്നു. നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ നടന്ന മനുഷ്യൻ തകർന്നു പോയത് കാർപ്പറ്റിൽ അശ്രദ്ധമായി കാല് തട്ടി പരിക്കേറ്റ്, ആ പരിക്ക് പിന്നീട് ഗുരുതരമായി മരണത്തിലേക്ക് തന്നെ നയിക്കുകയായിരുന്നു. കൊച്ചു കാര്യം, ചെറിയ കാര്യം, വിചിത്രമായ ഒരന്ത്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഇങ്ങനെ ജീവിതത്തിൽ രസം തോന്നുന്ന, രഹസ്യമായി പലതിലും രസം കണ്ടെത്തുന്ന ചില പാപസ്വഭാവങ്ങൾ,
അത് ദുശീലങ്ങളാകാം, മനുഷ്യനെ മറച്ചുകൊണ്ട് ചെയ്യുന്നതാകാം. അതൊന്നും സാരമില്ല എന്നായിരിക്കാം നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിന് കൊടുക്കേണ്ടുന്ന വില എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ഒരു നിമിഷം കൊണ്ടായിരിക്കും എല്ലാം തകർന്ന തരിപ്പണമാകുന്നത്. പല നാൾ മറച്ചു വെച്ചത് ഒരു നാൾ പിടിക്കപ്പെടും എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മുടെ കൊച്ചു ജീവിതം ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുവാൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടന്നുകൊള്ളുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ചില ദൈവത്തിന് അനിഷ്ടമായ പാപസ്വഭാവങ്ങൾ നമ്മെ തകർച്ചയിലേക്ക് നയിക്കും എന്നല്ലെങ്കിൽ നാളെ അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും അത് സംഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവത്തോട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാൻ. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും നമുക്ക് സൂക്ഷ്മതയുള്ളവരാകാം. കുതിരയുടെ ലാടത്തിലെ ഒരാണി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് യുദ്ധത്തിൽ തോറ്റുപോയ ഒരു രാജാവിനെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ അശ്രദ്ധ ഒരു യുദ്ധം മുഴുവൻ പരാജയപ്പെടുന്നതിന് കാരണമായി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയേണ്ടത് വിട്ടുകളയുകയും മുറുകെ പറ്റേണ്ടത് മുറുകെ പറ്റുകയും വചനപ്രകാരം ജീവിതം നയിപ്പാൻ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും നമ്മോട് മൗനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതം, ക്രിസ്തീയ ജീവിതം കുട്ടിക്കളിയല്ല, അത് വളരെ ഗൗരവത്തോടെ നിവർത്തിക്കേണ്ട ഒന്നാണ്. സ്വർഗീയപിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.